ഭഗവാൻ പരശുരാമന്റെ തപസ്സുഭൂമി ഔറംഗസീബ് കൈവശപ്പെടുത്തിയപ്പോൾ ഛത്രപതി ശിവജി മഹാരാജ് അത് തിരിച്ചുപിടിച്ചു. ഇത് സാൽഹർ കോട്ടയുടെ കഥയാണ്. അതൊരു സാധാരണ കോട്ടയായിരുന്നില്ല. ഭഗവാൻ പരശുരാമന്റെ തപസ്സുഭൂമിയായാണ് അത് കണക്കാക്കപ്പെട്ടത്. 17-ാം നൂറ്റാണ്ടിൽ ഈ പവിത്രമായ സ്ഥലം മുഗൾ അധിനിവേശത്തിന് കീഴിലായി. അവിടെ ഔറംഗസീബിന്റെ ഫൗജ്ദാറായിരുന്ന ഫത്തേഹുള്ള ഖാൻ നിലയുറപ്പിച്ചു. ശിവജി മഹാരാജിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു രാഷ്ട്രീയ വെല്ലുവിളി മാത്രമായിരുന്നില്ല, മറിച്ച് സാംസ്കാരികവും മതപരവുമായ വലിയൊരു അപമാനമായിരുന്നു. സാൽഹർ മുഗളന്മാരുടെ കൈകളിൽ ഇരിക്കുന്നിടത്തോളം കാലം വടക്കൻ ദിശയിലേക്ക് മുന്നേറുന്നത് പ്രയാസകരമാകുമെന്നത് കൂടാതെ ഒരു പുണ്യസ്ഥലം അശുദ്ധമായി തുടരുമെന്നും ശിവജി മഹാരാജ് തിരിച്ചറിഞ്ഞു. അതിനാൽ നേരിട്ടൊരാക്രമണം നടത്തുന്നതിന് പകരം അദ്ദേഹം ബാഗ്ലാൻ മേഖലയിൽ ഉടനീളമുള്ള മുഗൾ ശക്തിയെ ദുർബലപ്പെടുത്താൻ തുടങ്ങി. 1670-നും 1671-നും ഇടയിൽ മറാഠ സൈന്യം അടുത്തുള്ള മുഗൾ ഔട്ട്പോസ്റ്റുകൾക്കും വിതരണ പാതകൾക്കും നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി. ഇതിന്റെ ഫലമായി സാൽഹർ കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചിരുന്ന മുഗൾ സൈനികർ ക്രമേണ ഒറ്റപ്പെട്ടു. കോട്ട പുറമേ നിന്ന് ശക്തമായിരുന്നുവെങ്കിലും പൂർണ്ണമായും അവർ വളയപ്പെട്ടു. ശരിയായ സമയം വന്നപ്പോൾ ശിവജി മഹാരാജ് നിർണായകമായ ഒരു ചുവടുവെപ്പ് നടത്തി. മറാഠ സൈനികർ 4 ദിശകളിൽ നിന്നും ഒരേ സമയം സാൽഹറിനെ ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ഈ ആക്രമണം മുഗൾ കാവൽക്കാരെ പരിഭ്രാന്തിയിലാക്കി. ഏത് ദിശയിൽ നിന്ന് പ്രതിരോധിക്കണമെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കോട്ടയുടെ ചെരിവുകളും പർവ്വതപാതകളും മറാഠ സൈനികർ തങ്ങൾക്കനുകൂലമായി ഉപയോഗിച്ചു. അതിവേഗം മലകയറി അവർ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചു. യുദ്ധം അതിരൂക്ഷമായിരുന്നു. ഈ പോരാട്ടത്തിൽ ഔറംഗസീബിന്റെ ഫൗജ്ദാർ ഫത്തേഹുള്ള ഖാൻ കൊല്ലപ്പെട്ടു. അയാളുടെ മരണത്തോടെ മുഗൾ സൈനികരുടെ മനോവീര്യം തകർന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരുടെ പ്രതിരോധം അവസാനിക്കുകയും സാൽഹർ കോട്ട മറാഠികളുടെ കൈകളിലാവുകയും ചെയ്തു. 1671 ജനുവരി 5 എന്നത് വെറും ഒരു സൈനിക വിജയം മാത്രമായിരുന്നില്ല. ഭഗവാൻ പരശുരാമന്റെ തപസ്സുഭൂമി മുഗൾ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. ശിവജി മഹാരാജിന്റെ പോരാട്ടങ്ങൾ അധികാരത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് സംസ്കാരത്തിന്റെയും മതത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടിയായിരുന്നുവെന്ന് സാൽഹറിലെ വിജയം തെളിയിച്ചു.